നമ്മൾ നേരെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച ചർച്ച സജീവമായി കൊണ്ടിരിക്കുന്നു. ഈ വിഷയം ഭരണോപദേശക സമിതികളുടെ യോഗത്തിൽ ചർച്ചയായിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി തന്നെയാണ് ബി നിലവറ തുറക്കുന്ന ചർച്ച തുടങ്ങിവെച്ചിരിക്കുന്നത്. ഈ നിലവറ തുറക്കുന്ന കാര്യത്തിൽ തന്ത്രിമാരുടെ നിലപാടാണ് ഇനി സുപ്രധാനമാകേണ്ടത്. ഡി ബിനോയ് അവിടെ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ബി നിലവറ എന്ന് പറയുന്നത് ഡി ബിനോയ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ മുഴുവൻ ഭക്തരുടെ മാത്രമല്ല തീർത്ഥാടക മനസ്സുള്ളവരുടെയും ഒക്കെ താല്പര്യമുള്ള ഒന്നാണ്. ആ നിലവറയ്ക്കകത്ത് എന്താണ്, എത്രമേൽ വിലപ്പെട്ട അമൂല്യമായ വസ്തുക്കളാണ്, രത്നങ്ങൾ, വൈഡൂര്യങ്ങൾ, പവിഴങ്ങൾ, അതേപോലെ തന്നെ പുരാവസ്തു മൂല്യമുള്ള അനവധി വസ്തുവകകൾ. അവയുടെ സാമ്പത്തിക മൂല്യം കണക്കാക്കുക തന്നെ പ്രയാസമാണ്. വലിയ ഭീകരമായിട്ടുള്ള കണക്കുകളുടെ ഉപരി നിൽക്കുന്ന തുകയാണത് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയുള്ള ആ ബി നിലവറ തുറക്കണമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ ചർച്ച തുടങ്ങിയെന്ന് പറയുമ്പോൾ സർക്കാർ തന്നെ അതിൽ താല്പര്യമെടുക്കുന്നു എന്നാണോ? 2012 ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്നുള്ള ഒരു പരിശോധന നടത്തിയത്. അന്ന് ഈ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ വിയോജിപ്പ് തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടുകൂടി ആ ബി നിലവറ തുറന്ന് പരിശോധിക്കേണ്ട എന്നൊരു നിർദ്ദേശം അന്ന് മുകളിൽ നിന്നുണ്ടാവുകയും ചെയ്തു. തൽക്കാലത്തേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ഭരണസമിതി യോഗം ചേരുന്നതിനിടയിലാണ് സർക്കാർ പ്രതിനിധി തന്നെ ബി നിലവറ എന്തുകൊണ്ട് തുറന്ന് പരിശോധിച്ചുകൂടാ, അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തി കോടതിയെ അറിയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചു. ഇതേ തുടർന്നുള്ള ചർച്ചകളാണ് വലിയ തരത്തിലേക്ക് മുന്നോട്ട് പോയത്. അതായത് ഇന്ന് ചേർന്ന ഉപദേശക സമിതി യോഗത്തിൽ തന്ത്രി ഇല്ലായിരുന്നു. അപ്പോൾ ആ ഉപദേശക സമിതി യോഗത്തിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ പറഞ്ഞത് തന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയത്തില്ല, തന്ത്രി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ബി നിലവറ തുറക്കുമ്പോൾ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്നാണ് ചർച്ചയിൽ വന്നത്. അതേസമയം ഈ നിലവറയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ, ആശങ്കകളൊക്കെ തന്നെ വളരെ വലുതാണ്. ആദ്യഘട്ടത്തിൽ ഈ നിലവറ തുറന്നപ്പോഴേക്കും വലിയ തരത്തിലുള്ള ചരപ്പുളിമാല, അതുപോലെ തന്നെ സ്വർണ്ണ മുത്തുകൾ, വൈരക്കല്ലുകൾ ഒക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ കണക്കെടുപ്പൊക്കെ അന്ന് പൂർത്തിയാക്കുകയും ചെയ്തതാണ്. അന്ന് കെ ജയകുമാർ IAS നേതൃത്വമുള്ള ഒരു സംഘമായിരുന്നു അത്തരത്തിൽ നിലവറകളിൽ പരിശോധന നടത്തിയത്. എന്നാൽ ബി നിലവറയ്ക്കടുത്തേക്ക് എത്തിയപ്പോഴാണ് ആ നിലവറയുടെ ആദ്യത്തെ വാതിൽ തന്നെ ഒരു ഇരുമ്പ് ചട്ട കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു വാതിലാണ്. അതിന്റെ മുകൾ ഭാഗത്തായിട്ട് സർപ്പത്തിന്റെ ചിഹ്നങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിനുശേഷമാണ് മറ്റു ഒരു 2 വാതിലുകൾ കൂടി ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊരു വ്യക്തതയൊന്നും തന്നെ ഇല്ല. എന്തായാലും ആദ്യത്തെ വാതിൽ വലിയ ശക്തമായ ഒരു ഇരുമ്പ് വാതിലാണ്. അന്ന് ഈ നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയപ്പോഴേക്കും അശുഭമായ ചില കാര്യങ്ങൾ കാണാനിടയായി. ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് അന്ന് ബി നിലവറ തുറക്കാതെ പിന്മാറിയതെന്നും അത് പിന്നീട് സുപ്രീം കോടതിയെ അറിയിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിലൂടെ വലിയൊരു തുരങ്കത്തിലൂടെ കടലിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം കൂടി നടന്നിട്ടുണ്ട്. അത് അന്നത്തെ പടയോട്ട കാലത്ത് അത്തരത്തിലൊരു നിർമ്മാണം നടത്തിയതെന്നാണ് ചില ആളുകൾ അന്ന് പറഞ്ഞു വെച്ചത്. എന്തായാലും ശരി തന്നെ, ഈ ബി നിലവറയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ ഒപ്പം സംശയങ്ങളൊക്കെ ചുരുളഴിയേണ്ട ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നെങ്കിൽ തന്നെയും സർക്കാർ ഇതിലേക്ക് ഇടപെട്ടിരുന്നില്ല. കാരണം അന്ന് തന്നെ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ നടത്തിയപ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധം BJP ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നും ക്ഷേത്രത്തിന്റെ മുന്നിലും ക്ഷേത്ര പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് നടപടികളിലേക്ക് വരെ നീങ്ങുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു പ്രതിഷേധം കൂടി ഈ ഉപദേശക സമിതിയും ഭരണസമിതിയും ഒക്കെ ഭയക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ പ്രതിനിധി തന്നെ ഇത്തരത്തിൽ ഒരു നിർണായകമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഇതിനുള്ള ചർച്ചകൾ ചൂടുപിടിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിലവറകളിലെ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള ആശങ്ക അന്നും ഉയർത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, ഈ സ്വർണ്ണങ്ങൾ, അതിന്റെ ഒരു കണക്ക് പുറം ലോകം അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയിക്കണം എന്ന ചില നിലപാടുകൾ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സംശയങ്ങളും എല്ലാം അവസാനിച്ചിരുന്ന ഘട്ടത്തിലാണ് ഈ ബി നിലവറ വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതിനാൽ അവസാന തീരുമാനം എടുക്കേണ്ടത് തന്ത്രിയാണ്. കോടതിയിലേക്ക് കാര്യങ്ങൾ ചെന്നാൽ തന്നെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം ക്ഷേത്ര തന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു അഭിപ്രായം കൂടി കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും ലഭിക്കുക. MS ഡി ബിനോയ്, ഇതിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ബി നിലവറ
തുറന്ന് കണക്കെടുപ്പ് നടത്തുന്നതിൽ ഒരു വിശ്വാസിയുടെയും വികാരം വ്രണപ്പെടുന്ന പ്രശ്നമില്ല എന്നും കണക്കെടുക്കാവുന്നതാണ് എന്നും ക്ഷേത്രം ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് സുപ്രീം കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അത് ആ സുപ്രീം കോടതിയുടെ പ്രസ്താവം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമായിരിക്കുമോ സംസ്ഥാന സർക്കാർ നടത്തുക? അന്ന് സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. കാരണം അന്ന് 2012 ഈ നിലവറയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ സർക്കാർ ഒരു പരിധിവരെ തയ്യാറാകാനുള്ള സാധ്യതയില്ല. എന്തായാലും കോടതി ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ബി നിലവറ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള എന്താണ് ബി നിലവറയ്ക്കകത്ത് ഉള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോടതിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ബി നിലവറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുക്കൾ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ബി നിലവറയിലാണ് ഉള്ളത് എന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അന്നും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും ഒരു പക്ഷേ സർക്കാർ ഇതിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്താതെ നിലവിലെ സാഹചര്യത്തിൽ തല ഊരി മാറി നിൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാൻ പുതിയ ചർച്ച നടത്താനുള്ള ഒരു തീരുമാനം, അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഭരണ ഉപദേശക സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യോഗത്തിൽ ചർച്ച ചെയ്ത് പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള നിലയിൽ വാർത്തകൾ വരുന്നു. നിലവറ തുറക്കുന്ന കാര്യത്തിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടുക, അതിനുവേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ നിലപാട് ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറും എന്നതിൽ ഒരു സംശയമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറന്ന് കണക്കെടുപ്പ് നടത്തിയാൽ ആരുടെയും വിശ്വാസം വ്രണപ്പെടില്ല എന്നും ഇക്കാര്യം ക്ഷേത്രം ട്രസ്റ്റുമായിട്ട് ചർച്ച ചെയ്യണമെന്നും നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്ന കാര്യം ഓർമ്മിക്കുക. പക്ഷേ ബി നിലവറ ഒരു കാരണവശാലും തുറക്കാനാവില്ല എന്ന നിലപാടിൽ അന്ന് ഉറച്ചു നിൽക്കുകയായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബം. നിലവറ തുറക്കാൻ തന്ത്രിമാർ തീരുമാനിച്ചാൽ ആ നടപടികളിൽ നിന്ന് രാജകുടുംബം വിട്ടുനിൽക്കുമെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യം ഈ വാർത്തയോടൊപ്പം ഓർക്കുക. ഈ നിലവറ തുറക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ക്ഷേത്രം ട്രസ്റ്റും നിലപാട് വ്യക്തമാക്കിയിരുന്നു. നിലവറ തുറക്കാൻ ആചാരപരമായ തടസ്സങ്ങളുണ്ട് എന്നാണ് അന്ന് ട്രസ്റ്റിലെ അംഗങ്ങൾ അറിയിച്ചിരുന്നത്. ഈ വിഷയത്തിൽ സമവായമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സുപ്രീം കോടതി അമിക്കസ് ക്യൂറിയായിട്ട് ഗോപാൽ സുബ്രഹ്മണ്യത്തെ നിയോഗിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിന് ചുറ്റും 6 നിലവറകളിൽ 42,000-ലേറെ അമൂല്യ വസ്തുക്കളുണ്ട് എന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നത്. 2011 ജൂൺ മാസം 27 സുപ്രീം കോടതി നിയോഗിച്ച 7-അംഗ സമിതി നിലവറ തുറക്കാനുള്ള ദൗത്യം ആരംഭിച്ചത്. 2012 ഫെബ്രുവരിയിൽ നിധിശേഖരത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കാനും ഫോട്ടോ എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്യാനുമൊക്കെ സുപ്രീം കോടതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. നിധിശേഖരം ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനുള്ള സാധ്യതാ പഠനവും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സമിതി നടത്തിയിരുന്നു. നിധിയുടെ ഒരു ഫോട്ടോയോ വിവരങ്ങളോ ചോരാതെ കണക്കെടുപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് 2015 ഒക്ടോബർ 31 സമിതി സുപ്രീം കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയത് എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബി നിലവറ തുറക്കാൻ വീണ്ടും ചർച്ച നടത്താൻ തീരുമാനമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.